بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار والعزيز الجبار مكفر الليل والنهار تبصرة لأولي القلوب والأبصار والصلاة والسلام على النبي المصطفى المختار وعلى آله وصحبه الأبرار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ذلك الفضل من الله وكفى به عليما. സമാദരണീയരായ സത്യവിശ്വാസികളെ, ദീനി സ്നേഹികളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും ഇതര പ്രസ്ഥാനങ്ങളിലെയും നല്ലവരായ പ്രവർത്തകരെ, മാന്യ ശ്രോതാക്കളെ, നാം മനസ്സിലാക്കിയ പോലെ കേരളക്കരയിൽ ഇസ്ലാമിക നവോത്ഥാന രംഗത്ത് സ്തുത്യർഹവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ദീർഘവീക്ഷണത്തോടും പ്രമാണങ്ങളുടെ പിൻബലത്തോടും കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളും പുരോഗതിയും മുസ്ലിം സമുദായത്തിലും സമൂഹത്തിലും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. എൻ്റെ അഭിവന്യ മാതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഇപ്പോൾ അവർ മരിച്ചുപോയിട്ടുണ്ട്, അള്ളാഹു അവരുടെ പരലോകം നന്നാക്കി തീർക്കുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാവ് എപ്പോഴും ഖേദം പറയാറുള്ള ഒരു സംഗതിയുണ്ട്. ക്ഷ എന്ന അക്ഷരം പഠിച്ച് അന്നാണ് വെള്ളിയാഴ്ച മുസ്ലിയാർ പള്ളിയിൽ നിന്ന് സ്ത്രീകൾക്ക് എഴുത്ത് പഠിക്കൽ ഹറാമാന്നുള്ള വയത് പറഞ്ഞത്. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ആ വയല് കഴിഞ്ഞിട്ട് നേരെ ഈ ഓത്തുപള്ളിയിലേക്ക് വന്ന് ഉമ്മയുടെ കയ്യും പിടിച്ച് വല്യപ്പ പോയിത്രേ, ഉപ്പാൻ്റെ കുട്ടി ഇനി ഇത് പഠിക്കണ്ട, അത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് വയലിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ക്ഷ എന്നുള്ള അക്ഷരം പഠിച്ച അന്നാണെന്ന് ഉമ്മാക്ക് എൻ്റെ ഓർമ്മ ഉമ്മ എപ്പോഴും പറച്ചിലുണ്ട്. വല്ല വല്യന്മാരോടും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൊണ്ടു. എന്തേ മുസ്ലിം ഉമ്മത്തിൽ നല്ല ഒരു ശതമാനം കാരണവന്മാരും പ്രായം ചെന്ന സ്ത്രീകളും വിവരമില്ലാത്തവരായി
ഇംഗ്ലീഷ് ഭാഷ ഹറാമാണ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് ന്യായീകരണം പറയാനുള്ള ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പുകൊണ്ടായിരുന്നു എന്നാണ്. അപ്പം മലയാളം പാടില്ല എന്ന് പറഞ്ഞതോ മലയാളികളോടുള്ള വെറുപ്പുകൊണ്ട് അല്ല, അത് വിവരക്കേടായിരുന്നു. ഏത് ഭാഷയും പഠിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇസ്ലാഹി വീക്ഷണമുണ്ടായിരുന്ന അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക നേതാവ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ലോകത്തെ ആഹ്വാനം ചെയ്തതുകൊണ്ട് വിശിഷ്യ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ അന്നത്തെ സമസ്തയുടെ പണ്ഡിത നിരകളിൽപ്പെട്ട എല്ലാവരുടെ പേരും പറയുന്നില്ല, അത് നമ്മുടെ ലക്ഷ്യമല്ല, ഒരാളെ മോശമാക്കുക എന്നുള്ളതല്ല. പക്ഷേ അതിൽപ്പെട്ട കുറേ ആളുകൾ അന്ന് ഫത്വ ഇറക്കി സർ സയ്യിദ് അഹമ്മദ് ഖാൻ കാഫിറാണ്. കാരണം എന്താണെന്നറിയോ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞു. വയലിൻ്റെ അവസാനത്തെ രാവിലൊക്കെ അവസാന ദിവസങ്ങളിൽ തൗബ ചെല്ലുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അത്തരം തൗബകളിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, പച്ച മലയാളം ശുദ്ധ മലയാളം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ തോംഫുറാനേ എന്നത് തൗബയിലെ ഒരു വാചകമായിരുന്നു. ശുദ്ധ മലയാളം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ തോംഫുറാനേ, ഇതൊരു വാചകമായിരുന്നു. എല്ലാവരുടെ തൗബയിലും ഉണ്ടായിരുന്നു. അപ്പം ശുദ്ധ മലയാളം സംസാരിക്കുന്നതും മലയാളം എഴുതി പഠിക്കുന്നതും ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതുമൊക്കെ മതത്തിന് എതിരാണ് എന്ന് ധരിച്ചു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പണ്ഡിതന്മാരെ നമ്മൾ തൽക്കാലം വിട്ടേക്കുക, സാധാരണക്കാർ അങ്ങനെ ധരിച്ചുപോയി. അങ്ങനെ വിവരമില്ലാത്ത ഒരു സമുദായമായി ഈ സമുദായം മാറിയപ്പോഴാണ് അറബി മലയാളം മാത്രം അറിയുന്ന ആളുകളുടെ മുന്നിൽ അറബി മലയാളത്തിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി പത്രപ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയത്. ഒരുപാട് നേതാക്കന്മാർ ആ രംഗത്തുണ്ടായിട്ടുണ്ട്. കുട്ടികൾ സ്കൂൾ പുസ്തകത്തിൽ പോലും പഠിക്കുന്നുണ്ട് അവരുടെയൊക്കെ പേര്. വഹാബികളുടെ പേരാണെന്ന് പറഞ്ഞ് കുറേ ഇൻകിലാബൊക്കെ കൂടിയെങ്കിലും ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന്, ഇന്ത്യ രാജ്യത്തെ ചരിത്രത്തിൽ നിന്ന് ഈ നവോത്ഥാന പ്രസ്ഥാനത്തെ പിഴുതെറിയാനോ മാറ്റി നിർത്താനോ വിസ്മരിക്കാനോ സാധിക്കുകയില്ല എന്നതൊരു യാഥാർത്ഥ്യം. ഞാൻ ആമുഖം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പലപ്പോഴും ആളുകൾ ചിന്തിക്കും, വളരെ കാര്യഗൗരവതരമായ പല വിഷയങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാനില്ലേ, പിന്നെ എന്തിന് സമുദായത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ഇങ്ങനെ വലുതാക്കിയിട്ട് വലിയ സ്ക്രീനൊക്കെ വെച്ച് വലിയ വയലൊക്കെ സംഘടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? വേറെ എന്തൊക്കെ പ്രശ്നമുണ്ട് പറയാൻ? കേട്ടാ തോന്നും ഇവിടെ എന്നും അജാതി പ്രശ്നങ്ങളാണ് ഇവിടെ പറച്ചിൽ എന്ന് തോന്നിപ്പോവും. ആരും ഒരു പ്രശ്നവും പറയണില്ല. അത് പോട്ടെ, ആ പ്രശ്നം പറയാൻ വേറെയും ഒരുപാട് വേദികളുണ്ട്. അതേ സമയത്ത് സമുദായത്തെ ഗ്രസിച്ച അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, വിശ്വാസപരമായ അധപ്പതനത്തിൽ നിന്ന് ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാതെ ഒരു സമൂഹം മാറൂല. ഇസ്ലാമിക ദൃഷ്ട്യ വ്യക്തമായ ഒരു തെളിവ് വിശ്വാസികളുടെ മുമ്പിലുണ്ട്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമുദായത്തെ മാറ്റിയെടുത്തത്? അത് പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ وإن كانوا من قبل لفي ضلال مبين هو الذي بعث في الأميين رسولا നിരക്ഷര കുക്ഷികളായ അക്ഷരാഭ്യാസമില്ലാത്ത ഇല്ലിറ്ററേറ്റായ ഒരു ജനവിഭാഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദൈവദൂതനെ നിയോഗിച്ചു, പ്രവാചക പുങ്കവനെ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം. ആ പ്രവാചകൻ ആ ജനങ്ങൾക്ക് മുമ്പിൽ എന്താ ചെയ്തത്? യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം
അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആനിലുള്ളത് ഇങ്ങനെയാണ്. അതല്ലാതെ പഠിപ്പിച്ചു കൊടുക്കേണ്ട എല്ലാ ജ്ഞാനങ്ങളും അവർക്ക് നൽകി. അതാണ് ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലായിരുന്നു, മാർഗഭ്രംശത്തിലായിരുന്നു. അപ്പം അങ്ങനെ വഴിപിഴച്ചു പോയ ഒരു ജനവിഭാഗത്തെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് ഗൈഡൻസും ഹിദായത്തും നൽകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചത് എന്താണ്? ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഈ ഖുർആൻ തന്നെയാണ് എക്കാലത്തും ജനവിഭാഗങ്ങളുടെ മാറ്റത്തിന് നാന്ദി കുറിക്കുന്നത്. ഒരുപാട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമ്മൾ പലതും നമുക്ക് തർക്കമില്ലാത്ത വിഷയമാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇസ്ലാഹി പ്രസ്ഥാനം എന്തു ചെയ്തു എന്നറിയാമോ? ഖുർആനെ പാടെ അവഗണിച്ച ഒരു സമൂഹത്തിലേക്ക് ഈ വിശുദ്ധ ഖുർആൻ പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. ഖുർആൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. ഖുർആൻ ഒരു തെളിവായി സ്വീകരിക്കണമെന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചു. അത് വളരെ മോശമായ രൂപത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെയുള്ള ഒരു ആരോപണമായി പറയാറുണ്ട്. എന്തിനും ഒരു ഖുർആനിൽ തെളിവുണ്ടോ നോക്കും. അത് മോശപ്പെട്ട ഒരു സംഗതിയായിട്ട് വരെ ചിത്രീകരിക്കുന്ന ഒരവസ്ഥ വന്നു. പക്ഷെ ഇന്നെല്ലാവരും ഖുർആൻ എന്തു ചോദിച്ചാലും ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറയുന്നിടത്തെത്തി ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടെങ്കിലും തെളിവ് കണ്ടെത്തുന്നത് ഖുർആനിലാണെന്ന് വരുത്തി തീർക്കുന്ന ഒരവസ്ഥ വന്നു. എന്നുവെച്ചാൽ ഇസ്ലാഹി പ്രസ്ഥാനം കൊണ്ടുവന്ന മാറ്റം ഉൾക്കൊള്ളാൻ സമൂഹം തയ്യാറായിട്ടുണ്ട്. എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം വെട്ടിത്തെളിയിച്ച നല്ല സുന്ദരമായ പാതയിലൂടെയാണ് ആളുകളൊക്കെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ചിലർ കൊഞ്ഞനം കാട്ടുന്നു മാത്രം. ആ റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം വെട്ടിത്തെളിയിച്ച ഇക്കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കൊഞ്ഞനം കാണിച്ചിട്ട് ഒരു പോക്ക് ഇങ്ങനെ പോകുന്നുണ്ട് എന്നേ ഉള്ളൂ. സാരമില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. ആ ഇക്കൂടി ഇങ്ങനെ നടന്ന് പഠിച്ചാൽ മതി. ഈ പ്രസ്ഥാനം കാണിച്ചു കൊടുത്ത ആ പാത ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയാം, എൻ്റെ ജ്യേഷ്ഠനെ ദർസിന്ന് പുറത്താക്കിയത് എന്താണെന്നറിയുകൾ മുടി വളർത്തിയിട്ടാണ്. അതുകൊണ്ട് മാഷായി, വേറെ കഥ. ഓനേറ്റ് അങ്ങനെ മുടി ഒട്ടടിച്ചാൽ ദർശിക്കന്നെ പോകണമെങ്കിൽ കാലാകാലം ഈ നുണയും പറഞ്ഞിങ്ങനെ നടക്കണം. ആ കൂട്ടത്തിൽ പെടുമായിരുന്നു. അന്ന് ദർശിന്ന് പുറത്താക്കി. പിന്നെ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട് ഒരു ഭീകരമായ രംഗം. മരത്തുമെന്ന് വടിയൊക്കെ കണ്ട് ഒടിച്ചിട്ട് ഇപ്പോൾ ഹലാക്കിൻ്റെ അടിയൊക്കെ അടിച്ച് എന്തിയെന്ന് ചോദിച്ചു. 2 ഇഷ്യൂ ആയിരുന്നു അതിൻ്റെ പേരിലുണ്ടായിരുന്നു. ഒന്ന് മുടി വളർത്തി എന്നുള്ളത്, മറ്റൊന്ന് കരള്ള തുണി എടുത്തു എന്നുള്ളത്. വെണ്ണിപ്പറമ്പ് ദർശിലായിരുന്നു ഓതിയിരുന്നത്. ഹലാക്കിൻ്റെ അടി ബാപ്പ അടിക്കണ രംഗം ഇങ്ങനെ ഞാൻ സ്കൂൾക്ക് സ്ലേറ്റും ബുക്കും എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ദർശിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പുറത്താക്കിയിട്ട് വരുന്ന വരവ്. അത് കാഫിരീങ്ങളോട് ശിബ്ഹാകലാന്നാണ് പറഞ്ഞത്. ഇന്ന് ഓരോ തലയിക്കെട്ടെടുത്ത് നോക്കി നിങ്ങൾ മുടിൻ്റെ നീളം കാണണമെങ്കിൽ. അപ്പോൾ എങ്ങനെയത് മുടി വെക്കാൻ തുടങ്ങിയത്? വെറുതെ അങ്ങോട്ട് ഒരു സുപ്രഭാതത്തിലൊക്കെ കണ്ട് ആൾക്കാരോട് ഹലാലാക്കി മാറ്റിയതല്ല. കാതുകുത്ത് കല്യാണത്തിനെതിരെ, തീണ്ടാരി കല്യാണത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഈ പ്രസ്ഥാനം സമൂഹത്തെ തൊട്ടറിഞ്ഞുകൊണ്ട് അവർക്ക് എവിടെ ചികിത്സ വേണ്ടത് അതാണ് നൽകുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത. മറ്റൊരു സോക്കട് ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, ഹലാക്കിൻ്റെ പിരാന്താവുമ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ചിരിച്ച ഓന് പിരാന്താന്നും പറഞ്ഞിട്ട് അല്ല. ആ പിരാന്തിനൊരു ചികിത്സ ഉണ്ട് സഹോദരന്മാരെ. ആ ചികിത്സ എന്ത്? ആ മർമ്മം അറിയുകയും അവിടെ ചികിത്സിക്കുകയും ചെയ്യണം. ഇപ്പതാ ഒരു ചികിത്സ ആവശ്യമുള്ള ഒരു സംഗതി എന്താണത്? റബീഉൽ അവ്വൽ മാസം വന്നിരിക്കുന്നു. ആൾക്കാരൊക്കെ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ഉറഞ്ഞു തുള്ളാൻ നിൽക്കുകയാണ്. ഞാനത് പറയുമ്പോൾ ഒക്കെ വലിയ കടുത്ത വാക്കായിപ്പോയി. ആകെ കൂടെ നോട്ടീസാണ്, ഞാൻ നടക്കണോളം നോട്ടീസാണ് നോക്കിയത്. അപ്പോൾ ആകെ പറ്റിച്ച് വെച്ചിക്കണ്. 30 കൊല്ലങ്ങൾ മൗലൂദ് ഓതിയിലെ എനിക്കറിഞ്ഞൂടെ. പറമ്പിലങ്ങാടിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം വന്നിട്ട് എത്ര കാലമായി? ഇസ്ലാഹി പ്രസ്ഥാനം മൗലൂദിൻ്റെ സ്റ്റേജ് സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏതാണ് ഈ അൽ മുർഷിദിൽ പറയണത്? അത് മുഴുവൻ പറഞ്ഞിട്ടില്ല. മുഴുവൻ പറഞ്ഞാൽ പലർക്കും പൊള്ളും. അതുകൊണ്ട് ആ നോട്ടീസിൽ അവിടെ കട്ട് ചെയ്തിരിക്കുകയാണ്. ആൾക്കാരിതാ ഉഷാറായിട്ട് ഇത് ആഘോഷിക്കുന്നുണ്ട്. അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞ് SKBയുടെ പേരിൽ ഇത് ഏതാണ് സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. SKB എന്നോ എന്തോ ഒരു
ഹലാക്കിൻ്റെ പേരിലൊരു നോട്ടീസ് വേറൊരു സഹോദരൻ കൊടുന്നു, SKSBV ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു നോട്ടീസ് അതും ഒക്കെ പറയണത് ഇതാണ്: റസൂലിനെ സ്നേഹിക്കണം, നന്നായി കൊണ്ടാടണം. തർക്കമില്ലാത്തൊരു വിഷയത്തിൽ അവിടെ തർക്കിക്കണത്. അതാണ് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അതാണ് ഇത്. പിന്നെ വലിയ റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും പോക്കറ്റടി സൂക്ഷിക്കുക. അപ്പോൾ പോക്കറ്റ് അടിക്കണോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ബോർഡുമ്പോൾ നോക്കും. അത് കണ്ടുകണങ്ങൾ ബോർഡ് കണ്ടിട്ടില്ല, ശ്രദ്ധിക്കണം കേട്ടോ, ഭയങ്കര പോക്കറ്റടിയാണ് എന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ അത് ഉപദേശിക്കണീൻ്റെ അടിയിൽ മാറ്റിയിട്ടുണ്ടാവും. അതേമാതിരി ഭയങ്കരമായിട്ട് ഈ സ്നേഹപ്രകടനം അവരങ്ങോട്ടാക്കിക്കണം ഇങ്ങോട്ടാക്കിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ ശ്രദ്ധ ശരിയായ വിഷയത്തിൽ നിന്ന് മാറ്റിയിട്ട് അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കണോ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലാണ് തർക്കം എന്ന് വരുത്തി തീർക്കുകയാണ്. റസൂലിനെ സ്നേഹിക്കാത്തവൻ വിശ്വാസിയല്ല എന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? ആരെയും തർക്കിച്ചത് ഇവിടെ? ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തർക്കമില്ലാത്ത കാര്യം. ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാളും ശരിയായ മുഅ്മിനാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാനായിരിക്കണം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അഹബ്ബ എന്ന അറബിക് വേർഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാ. ഇസ്മു തഫ്ളീൽ എന്ന അറബി ഗ്രാമറിൽ അതിന് പറയാം. അതിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ എന്നുള്ള അർത്ഥം. ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ദുനിയാവിൽ ആരോടാകണം ഇഷ്ടം? അള്ളാഹുവിൻ്റെ റസൂലിനോടാകണം. മിൻ വലദിഹി, സ്വന്തം സന്താനത്തെക്കാൾ, വവാലിദിഹി, സ്വന്തം പിതാവിനേക്കാൾ, വന്നാസി അജ്മഈൻ, ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യനേക്കാളും സ്വന്തം ഭാര്യയേക്കാൾ ഭർത്താവ് ഇഷ്ടപ്പെടേണ്ടത്, സ്വന്തം ഭർത്താവിനേക്കാൾ ഭാര്യ ഇഷ്ടപ്പെടേണ്ടത്, സ്വന്തം പുത്രനേക്കാൾ പിതാവ് ഇഷ്ടപ്പെടേണ്ടത്. അങ്ങനെ ഈ ദുനിയാവിലുള്ള മുഴുവൻ ആളുകളെക്കാളും ഒരു വിശ്വാസി ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹിൻ്റെ റസൂലിനെ. ഒരിക്കൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യും പിടിച്ചങ്ങനെ റസൂലുള്ള നടക്കുമ്പോൾ പ്രവാചകനോടുള്ള അദമ്യമായ ആ സ്നേഹം ആ പ്രവാചക സ്നേഹി പ്രകടിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ദുനിയാവിൽ എൻ്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോരാ ഉമറേ എന്ന്. പോരാ, സ്വന്തം ശരീരം കഴിഞ്ഞാൽ എന്നല്ലേ പറഞ്ഞത്? ആ പ്രയോഗം തെറ്റാ. ഒരു വിശ്വാസി അങ്ങനെയല്ല പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. ഹത്താ നഫ്സി എന്ന് മാറ്റി പറയാൻ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു ആ അബദ്ധം തിരുത്തി. അല്ല റസൂലെ, ഈ ശരീരത്തെക്കാളും കൂടുതൽ ഞാൻ അങ്ങയെയാണ് സ്നേഹിക്കുന്നത്. അപ്പ പ്രവാചകൻ പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഉമർ എപ്പം മതി. നല്ല ഈ രൂപത്തിലാണ് വിശ്വാസി സ്നേഹിക്കേണ്ടത്. യുദ്ധക്കളത്തിലേക്ക് ചാടി മരിക്കാൻ പോകുന്ന, ഷഹീദാകാൻ പോകുന്ന സത്യവിശ്വാസികൾ പോലും ബദർ രണാങ്കണ രംഗം നമുക്കറിയാം. അവരൊക്കെ ഉള്ളിലുള്ള ആഗ്രഹം എന്തായിരുന്നു? റസൂലിൻ്റെ കൈയൊന്ന് പിടിച്ചിട്ട് ആ റസൂലിൻ്റെ ശരീരവുമായിട്ട് സ്വന്തം ശരീരം ഒന്ന് തട്ടിച്ച് പ്രവാചകനെ ഒന്ന് ഉമ്മം വെച്ചിട്ട് ആണ് പോയാൽ ഇനി മരിച്ചാലും വേണ്ടിയില്ലാണ് അങ്ങനെ സ്വഹാബികൾ സ്നേഹിച്ചത്. നമ്മളെ സ്നേഹത്തിൻ്റെ കോലം നമുക്കറിയാലോ, അത് നമ്മൾ കാണാൻ പോണതേ ഉള്ളൂ. ബദർ കിസ്സപ്പാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൊഫ് ശരിയാക്കണ ആ കഥ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ബടി കണ്ട് ഖാഫിഫാലെ ആലമില്ലാതടിക്കൈ വെള്ളറി പടിക്കിട നടക്കുമ്പോൾ നളർക്കൈ ഇടയിന്ന് സവാദണ്ടെ അസ്ഹാബി നിലക്കൈ ഇടം കഥം മൂടൽ അല്പം തകഥമാരിക്കൈ തരിത്തുടൻ സവാദിൻ്റെ ബത്തനും അൽ ഖളിബാൽ തരൽ കയ്യാൽ ഒരു കുത്ത് കൊടുത്തപ്പൽ കുറുബാൽ ഒരുപോലെ നിറുത്തിപ്പിൻ സവാദോട് ഖതബ ഉംബർ സൊഫാദ് പോൽ പോരാണി വേണം അഖബ. ബദർ കിസ്സപ്പാട്ട് മൊയിൻകുട്ടി വൈദ്യര് എഴുതിയതാണ്. എന്തായാലും മൂപ്പര് മുജാഹിദല്ല, സമാധാനമുണ്ട്. മറ്റേപ്പോൾ ഒക്കെ മുജാഹിദാകുന്നു. ഒക്കെ മുജാഹിദ് വെച്ചാൽ ഒക്കെ മുജാഹിദ്, പോലീസും മുജാഹിദ്. ഇവിടെ പണ്ട് ഓമാനോ ശ്രോതാക്കളെ നേർച്ചപ്പെട്ടി കുത്തിപ്പൊളിച്ചുകൊണ്ട് കള്ളന്മാർ കാശ് കട്ടുകൊണ്ടുപോയി. അവസാനം പോലീസ് സ്റ്റേഷനിൽ കേസ് എത്തി ചെന്നു. അപ്പോൾ
പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഒമാനൊരു കുറ്റി ആകെ കുത്തിപ്പൊളിച്ചാണ്ട് കാശ് കൊണ്ടുപോവുകയാണായിരുന്നു. അവിടുന്ന് പിന്നെ ഈ കളവ് തടയാനാണല്ലോ ഇപ്പോൾ ആകെ കൂടെ ആൾക്കാർ എന്ത് ചെയ്യണത്, ഈ കുറ്റി പൈസ ഉണ്ട്, ആ കുറ്റി തന്നെ കട്ടുകൊണ്ടുപോവുകയെങ്കിൽ പിന്നെ എന്താ അതിലെ കഥ. അപ്പോൾ പോലീസ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, പൊളിച്ചാത്ത കുറ്റി കൊണ്ടുപോയിക്കൊണ്ട് ഒരു ഒറ്റ ഉറുപ്പിക ഇട്ടാളിയാണ്. ഇറങ്ങിപ്പോരുമ്പോൾ പോലും പറഞ്ഞു പോലീസ് മുജാഹിദാടാന്ന്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. അതേമാതിരി ഇത് സകല മുജാഹിദ ഇതാ മൗലൂദ് ഉണ്ടാക്കിയത് മുജാഹിദ എന്നുള്ളടത്ത് അപ്പം വരുന്നത്. ശരി, ഞാൻ പറഞ്ഞു വരുന്നത് മൊയ്ൻകുട്ടി വൈദ്യർ എന്തായാലും മുജാഹിദല്ല, കുരുത്തത്തിനിട്ടോ, അല്ലെങ്കിൽ മൂപ്പരെ പാട്ട് മുഴുവൻ പേച്ചതായേനെ. അപ്പം മൂപ്പര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സൊഫ് ഇങ്ങനെ ശരിയാക്കി നിൽക്കുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനെ ഒന്ന് ചുംബിച്ചിട്ട് വേണം യുദ്ധക്കളത്തിലേക്ക് പോകാൻ. അതിനുള്ള ഒരു ചാൻസ് അദ്ദേഹം ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ആ നഗ്നമായ വയറിങ്ങനെ ഉന്തിയിട്ട് സൊഫിന്നൊന്ന് മുന്നിക്ക് ഇങ്ങോട്ട് നിന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അണിങ്ങനെ ശരിപ്പെടുത്തിയപ്പോൾ ആ വടിയോണ്ട് ചെറിയ ഒരു കുത്ത് പള്ളക്ക് കൊടുത്ത്, എന്താ സവാദേ യുദ്ധത്തിന് നിൽക്കുമ്പോൾ നേരെ നിൽക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് നബി ഒന്ന് ഉഷാറാക്കിയിട്ട് ഒന്ന് അണിയിൽ നിന്നു. അപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയോ? ഉരത്ത് യാ മൗലൽ ഉർബ ഉശിരെങ്കിൽ യാ ഹബീബ ഉദിമങ്കും തോബ തോബ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് ഖദ് ത്വാഹ ഉങ്ങളെത്തി ഖിദ്ഹാലെ ഒണ്ട് കുത്തി കവായത്ത് കൈമശത്തിൽ ആകുമെങ്കിലുമേ ഉദരം വല്ലാവരുത്തം ഉളവായത് നിമിത്തം ഉളന്നാനാത് പൊരുത്തം ആക്കിട നബിയേ. ചുരുക്കി പറഞ്ഞാൽ, പൊന്നാര നബി നിങ്ങൾ ആ വടിയോണ്ട് കുത്തിയിട്ട് എൻ്റെ പള്ളക്ക് വല്ലാതെ വേദന ആയിട്ടുണ്ട്, ഞാനത് പൊരുത്തപ്പെട്ട് വരൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പം നബി ഉടനെ എന്ത് ചെയ്തു? അത് യുദ്ധത്തിന് അണി ശരിപ്പെടുത്തൽ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ വടി കൊടുത്തിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ സുവാദെ, കുഴപ്പമില്ല, എന്നെയും കുത്തിക്കോന്നു. അതാണ് നേതാവ്. അവിടെ പ്രശ്നം പരിഹരിക്കുക. വടിയാണ് കൊടുത്തു. അപ്പം സുവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? റസൂലെ, അങ്ങെന്നെ കുത്തിയത് നഗ്നമായ വയറ്റത്താണ്, അങ്ങാണെങ്കിൽ കമീസ് ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ കമീസ് പൊക്കണം, എന്നിട്ട് ആ നഗ്നമായ വയറ്റത്ത് എനിക്കും കുത്തണം, അപ്പോഴേ പകരത്തിന് പകരാവുള്ളൂ. വൈദ്യര് പാട്ട് നോക്കി നിങ്ങൾ. നൈനാർ നബി കാമീസൈ കേറ്റി നവിന്ത് സവാദോടിങ്ങടുത്തോ തീറ്റി അയിനാൽ തിരുബാത്തൻ അയർത്ത് നോക്കി അടുത്ത് പൊളിഞ്ഞാശ മിളിവൊളുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ധരിച്ച ഷർട്ട് പൊക്കി വടി കയ്യിൽ കൊടുത്തിട്ട് കുത്താൻ പറഞ്ഞപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു കൺകുളിർക്കെ പ്രവാചകൻ എങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുംബിക്കുന്ന രംഗമാണ്. പൊരുളാൽ ബാത്തിനോട് മുഖത്തെ ചേർത്തി പൊളിയും കാടൽ ഇഷ്കാൽ അണഞ്ഞ് മുത്തി അരിപ്പൂവാലർന്തേ തെൻ അരിന്തും പോലെ അളുതും മണത്തൂശൗ കൊഴിയ പോലെ. ഒരു വലിയ മധുനുകരാൻ വേണ്ടി വരുന്ന ഒരു വണ്ട്, പൂവിലേക്ക് വിശന്നു വലഞ്ഞ ഒരു വണ്ട് എങ്ങനെ പൂവിനെ സമീപിക്കുമോ ആ പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വയറു തന്നോട് ചേർത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണീരൊലിപ്പിച്ച് ചുംബിക്കുന്ന രംഗമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രവാചക പുങ്കവനോട് സ്വഹാബിവര്യന്മാർക്കുണ്ടായിരുന്ന അധമ്യമായ, അവിവരണീയമായ, അനിർവചനീയമായ സ്നേഹത്തിൻ്റെ രൂപമാണിത്. നമ്മളെങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കുന്നത്? നമ്മളിപ്പം സ്നേഹിക്കാൻ വേണ്ടി ഒരു മാസം തിരഞ്ഞെടുക്കുക.
അത് റബീഉൽ അവ്വൽ മാസമാണ്. പക്ഷെ പടച്ചോൻ്റെ പണി നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച അതേ മാസം തന്നെ മരിച്ചു. ഇന്ത്യ റബീഉൽ ആഖിർക്കാണ് നീട്ടിച്ചൂടെ അതിനോ മരണം? ആയി പറ്റില്ല. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അതേ റബീഉൽ അവ്വൽ 12-ന്, അതുപോലൊരു റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുകയും ചെയ്തു, വഫാത്താവുകയും ചെയ്തു. ജനിച്ചിലുള്ള സന്തോഷം കൊണ്ടാണ് ആൾക്കാർക്ക് മരിച്ചിൽ തെല്ലും ദുഃഖമില്ല. കാരണം ദുഃഖം കൊണ്ടുവന്നാൽ പള്ളക്കണ്ണി ചൂടാവും. സന്തോഷം കൊണ്ടുവന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നിട്ട് തിന്ന് ഏമ്പൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരമായിട്ട് അങ്ങനെ തടിച്ച് കൊഴുത്ത് ഉഷാറായിട്ട് പോകാം. അപ്പോൾ ജനിച്ചതേ ആൾക്കാർക്ക് ഓർമ്മയുള്ളൂ, വഫാത്തായത് ഓർമ്മയില്ല, മരിച്ചു ഓർമ്മയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ബാങ്കുലികൾ പ്രവാചക പുങ്കവൻ്റെ കാലശേഷം കൊടുക്കാൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല. മധുരതരമായ ശബ്ദത്തിൽ ബാങ്ക് വിളിച്ചിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചക പുങ്കവൻ്റെ വഫാത്തിനു ശേഷം ബാങ്ക് വിളിക്കാൻ സാധിച്ചില്ല. സഹോദരന്മാരെ, അവസാനം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും വമ്പിച്ച വിജയങ്ങളൊക്കെ കിട്ടിയിട്ട് വിശ്വാസികളൊക്കെ നല്ല സന്തോഷം കൊള്ളുന്ന ഒരു സമയത്ത് ചിലർ പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിച്ചിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഉമർ, താങ്കളൊന്ന് ബാങ്ക് വിളിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കാൻ പറയണം. എന്നാൽ ഞങ്ങൾക്ക് ആ പ്രവാചകൻ്റെ കാലം, ആ പ്രവാചകനോടൊന്നിച്ച് ജീവിച്ച ആ ഒരു മധുര സ്മരണ ഞങ്ങളെ മനസ്സിലേക്ക് വരും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ബാങ്ക് കൊടുക്കാൻ പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ തുടങ്ങി. പക്ഷേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴേക്കും തേങ്ങിക്കരയുന്ന ബിലാൽ ഇബ്നു റബാഹിനെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചക പുങ്കവനോടുണ്ടായിരുന്ന സ്നേഹമാണത്. തർക്കമില്ലാത്ത ഒരു സംഗതിയാണ് സഹോദരന്മാരെ. സ്നേഹം എന്നത് പ്രവാചകനോട് ലവലേശം പോലും ഇല്ലാതിരുന്നാൽ, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറഞ്ഞാൽ ഒരാൾക്ക് ശരിയായ വിശ്വാസിയാകാൻ പറ്റുകയില്ല. അതിന് ഒരു മാസം കാണാൻ വിശ്വാസിക്ക് സാധിക്കൂല. പിന്നെയോ ഏത് സമയത്തും ആ പ്രവാചകനെ ഓർക്കണം. ഞാൻ ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ അതിൻ്റെ ആമുഖം പറഞ്ഞല്ലോ, അത് ആ പ്രവാചകൻ്റെ ചര്യയാണ്. സലാം പറഞ്ഞല്ലോ, അത് ആ പ്രവാചകൻ കാണിച്ചു തന്ന ചര്യയാണ്. ഒരു വിശ്വാസി വെള്ളം കുടിക്കുമ്പോൾ വലത്തേ കൈ കൊണ്ട് വെള്ളം കുടിക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. എന്തേ? അതാ പ്രവാചകൻ പഠിപ്പിച്ചതാ. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തേ കാലേറ്റ് കയറണം, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേ കാല് വെച്ച് ഇറങ്ങണം. ആരെ പഠിപ്പിച്ചു? പ്രവാചകൻ പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ജീവിതത്തിൻ്റെ ഒരു മേഖലയുമില്ല. വേറെ ഒരു മതവിശ്വാസിക്കും ഇതുപോലെ തങ്ങളുടെ പ്രവാചകൻ ആചാര്യൻ ജീവിതത്തിൻ്റെ എല്ലാ സൂക്ഷ്മതലങ്ങളും പഠിപ്പിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. എങ്ങനെ പ്രവാചകൻ നഖം മുറിച്ചത്? അത് ചരിത്രത്തിലുണ്ട്. സ്വഹാബി വര്യന്മാർക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ ചില മാതൃകകളാണ്. സ്നേഹിക്കണോ സ്നേഹിക്കേണ്ടതില്ലേ എന്നത് മുസ്ലിം സമുദായത്തിൽ തർക്കമില്ലാത്ത വിഷയമാണ്. അതേസമയത്ത് സ്നേഹിക്കേണ്ടത് എങ്ങനെ എന്ന വിഷയം അത് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതാണ്. നമുക്കൊരു പ്രത്യേക മാതൃകയുണ്ട് എന്തിനും, അത് സ്നേഹത്തിനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൻ്റെ എല്ലാ സൂക്ഷ്മതലങ്ങളെയും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് പ്രവാചകചര്യ. ആ പ്രവാചകചര്യയിൽ സ്നേഹത്തിനുണ്ട് മാതൃക, വ്യക്തമായ മാതൃക ഉണ്ട്. എങ്ങനെയാണ് ഒരാളെ സ്നേഹിക്കേണ്ടത്? പിതാവിനെ എനിക്ക് സ്നേഹമാണെങ്കിൽ ഞാൻ എന്താ ആദ്യം ചെയ്യേണ്ടത്? ആ പിതാവിനെ അനുസരിക്കണം. അതാണ്, അവിടുന്നാണ് സ്നേഹം തുടങ്ങേണ്ടത്. ആ പിതാവ് എന്താണോ പറയുന്നത് അത് ചെയ്യാൻ കഴിയുന്ന അത്ര ചെയ്തു കൊടുക്കണം. ജീവിതകാലത്തും മരണകാലത്തും മരിച്ചതിന് ശേഷം. ഉദാഹരണത്തിന് ഒരു ചങ്ങായി ദുബായിൽ പോയി, നല്ല സുഖമാണ് മോനെ, ബാപ്പ ഇവിടെ കഷ്ടപ്പെടുകയാണ്. ബാപ്പ മോനെ കത്തെഴുതി, പൊന്നാര മോനെ, ബാപ്പാക്കും വല്ലാതെ ഇടങ്ങാറാണടാ, ഡ്യൂട്ടി എന്ത് ചെയ്യണം?
കാശുണ്ടെങ്കിൽ ഒരു 10-25,000 റുപ്യ വേഗം അയച്ചു തരണം, ഇനിയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബാപ്പാട് സ്നേഹമുള്ള ഈ കുട്ടി എന്താ ചെയ്യുക? കാശ് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അയച്ചു കൊടുക്കില്ലേ, ഉള്ളത് അയച്ചു കൊടുത്തിട്ട് നല്ല വർത്താനം പറയും. ബാപ്പ ഇതേ കിട്ടിയിട്ടുള്ളൂ, ഇതന്നെ ഞാൻ വേറൊരാളത്ത് നിന്ന് തിരിച്ചതാണ്, ഇനി പിന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ ശമ്പളം കിട്ടിയാൽ ഞാൻ തീർക്കും, വേണ്ട മാതിരി അത് കൈകാര്യം ചെയ്യും. വേറൊരു ചെക്കൻ എന്താ ചെയ്യണ നിങ്ങൾ? ഓന് ബാപ്പാനോട് ഭയങ്കര ഇഷ്ടമാണ്. ഓൻ അവിടെ ചെയ്യണ ബാപ്പ ജനിച്ച ദിവസം ഇങ്ങനെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് ഹലാക്കിൻ്റെ പിന്നെ ആട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് തിന്ന് മുടിച്ചിങ്ങനെ നടക്കണം. എനിക്ക് ബാപ്പാടെ എന്ത് ജാതി ഇഷ്ടമാണെന്നറിയോ? ഓൻ ബാപ്പാൻ്റെ പേരിലൊരു കഥാപ്രസംഗം കൂടെ കെട്ടിണ്ടാക്കിക്കൊണ്ടെന്ന് നോക്കുക. ബാപ്പാക്ക് 5 പൈസ വാങ്ങിച്ചു കൊടുക്കൂല, ബാപ്പാനൊട്ട് വിളിക്കലുമില്ല, ഒരു ബന്ധവുമില്ല. പക്ഷെ ഓൻ പറഞ്ഞു എനിക്ക് ബാപ്പാനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓൻ എന്താ ചെയ്യണത്? ആ ബാപ്പാക്ക് കാശൊന്നും കൊടുക്കാതെ ഓൻ്റെ കൂട്ടാളരൊക്കെ കൂടെ വിളിച്ചിട്ട് ഓൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഏമ്പൊക്കെ ഇട്ടിങ്ങനെ തിന്നിട്ട് ഓൻ അങ്ങനെ റോട്ടിൽ കൂടി നടക്കുകയാണ്. ഇന്നിൻ്റെ ബാപ്പാൻ്റെ ജന്മദിനാണ്, ബാപ്പാക്ക് ജയ് എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ഈ രണ്ടാമത് പറഞ്ഞ കോലത്തിലാണ് ഇപ്പോൾ നമ്മളാൾക്കാരെ സ്നേഹം. നബിനോട് ഭയങ്കര സ്നേഹമുള്ളതിൻ്റെ പേരിൽ നബി പറഞ്ഞ് തീരെ കേൾക്കണില്ല. ജമാഅത്തിൻ്റെ സമയത്ത് പോലും റോട്ടിൽ കൂടി മുദ്രാവാക്യം വിളിച്ചടക്കുക. ഉന്തിട്ടാ കബിലാക്ക് ഓൻ വീഴൂല. പക്ഷെ ഓൻ എന്തോരം ഇഷ്ടമാണെന്നറിയങ്ങൾ, ഓനാണ് അതിൻ്റെ മുന്നിൽ. ആളൊരു മദ്യപാനിയാണെങ്കിലും ഇതിൻ്റെ മുമ്പിൽ ഓൻ ഉണ്ടാവും. എല്ലാവരും പറയും കാര്യം എന്തായാലും മറ്റേ സുന്നത്ത് ജമാഅത്തിൻ്റെ ഇതിൽ ഓനെ യാതൊരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. ആളൊരു ലേശം മിനുങ്ങുന്നേ ഉള്ളൂ, ആ കുടിക്കൊന്നും കൂടെ പറയില്ല. കാരണം ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഓനൊരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒന്ന് മിനുങ്ങുന്നേ ഉള്ളൂ, ഒന്ന് വീശുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെയ്യണ വൃത്തികേടിനെ പരമാവധി ലഘൂകരിച്ചിട്ട് ഓന നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദിയിൽ അങ്ങനെ നിർത്തും. ഓനും തന്നെ ഇതാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ കുടിച്ചാലും വേണ്ടിയില്ല, എന്ത് പിന്നെ വൃത്തികേട് ചെയ്താലും വേണ്ടിയില്ല, എന്നവരെ അംഗീകരിച്ചിട്ടിയല്ലോ. ഇന്ന് ഒരു ദിവസം കൊണ്ട് ഒരു ലേശം മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ട് ആ ത്രികോണത്തിൽ കടലാസൊന്ന് വെട്ടിയെടുത്തിട്ട് ഇതൊക്കെയാണല്ലോ ഇപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സജീവമായ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ, മറ്റുള്ള മതസ്ഥർ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അനുകരിച്ചുകൊണ്ട് ഇവിടെ നബിദിനം നടത്താത്ത. പക്ഷേ ഇവിടെയും നമ്മൾ കേട്ടിട്ടുണ്ട് ചില ജില്ലകളിലൊക്കെ മറ്റുള്ളവർ ഉണ്ണികൃഷ്ണനെയും ഉണ്ണി യേശുവിനെയും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ വഴി തടസ്സം ചെയ്യുന്നത് ഇസ്ലാമികമല്ല, ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ല. പക്ഷേ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഒരിക്കൽ രാമപുരത്ത് പോയപ്പോൾ, പെരിന്തൽമണ്ണക്കടുത്ത് രാമപുരത്ത് കൂടെ ബസ് പോകുമ്പോൾ ഇതുപോലൊരു നബിദിന റാലി അവിടെ നടക്കുന്നുണ്ട്. എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ ഉമ്മത്തൊക്കെ കൂടെ കുട്ടികളെ റോട്ടുമ്മ ഇരുത്തിക്കുകയാണ് പായസം കുടിച്ചാൻ. ഞങ്ങൾക്കുണ്ടല്ലോ ഒരു നബി ജനിച്ചിട്ട്, ഞങ്ങൾക്കുണ്ടല്ലോ പായസം എന്നൊക്കെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ റോട്ടുമിരുത്തി പായസം കൊടുക്കുകയാണ്. അങ്ങനെ പായസം മറ്റോലെ ചെറിയിലോക്കി കുടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു അരുവിനിരുത്തി കുടിപ്പിച്ചാൽ മതി, എന്നാൽ വാഹനങ്ങൾക്ക് പോകാം. ഓരോ ഘോഷയാത്രകളും നോക്കൂ നിങ്ങൾ, ഇത് വെറുതെ പറയല്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സജീവമായ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഘോഷയാത്രകളുടെ ആ വമ്പ് ലേശം കുറഞ്ഞത്. നമ്മളെ ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു നബിദിന ഘോഷയാത്രയുടെ ഒരു ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒന്ന് നോക്കി നിങ്ങൾ. ഇതര സമുദായക്കാർ അവരുടെ മഹാത്മാക്കളെ, ആരാധ്യ പുരുഷന്മാരെ എങ്ങനെയാണോ ആഘോഷങ്ങളിൽ കൊണ്ടു നടക്കുന്നത്, അതുപോലെ തന്നെയാണ് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളും പലപ്പോഴും ചെയ്യാറുള്ളത്. അതിൻ്റെ ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്.
നമ്മളിപ്പോൾ കണ്ട ദൃശ്യം എവിടെയെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു ചെന്നാൽ ഇങ്ങനെയൊക്കെയാണ് നബിദിന ഘോഷയാത്രകൾ. മറ്റുള്ളവർ ഉണ്ണിയേശുവിനെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനെയൊക്കെ കൊണ്ട് എഴുന്നള്ളിച്ച് നടക്കുന്നത് പോലെ ഏതെങ്കിലും കുട്ടികളെ കൊണ്ട് കന്തൂറയും വട്ടും തലയിക്കെട്ടുമൊക്കെ കെട്ടിച്ചിട്ട് ഒരു ഉണ്ണി മുഹമ്മദിൻ്റെ കോലമുണ്ടാക്കിയിട്ട് നടത്തുന്നു. മൂക്കറ്റം മദ്യപിച്ചുകൊണ്ട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നു. ഇതൊക്കെ പ്രവാചക സ്നേഹമാണ് എന്നിട്ട് പണ്ഡിതന്മാർ ജനങ്ങളെ ധരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശരിയായ സിമ്പൽ, അതിൻ്റെ മാതൃക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പറഞ്ഞത് അവർക്ക് നാളെ രക്ഷപ്പെടാൻ പറ്റുമോ അതനുസരിച്ച് നടന്നവർക്ക് മാത്രം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്ന ഒരു സംഗതി അതാണ്. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ومن يطع الله والرسول ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം എങ്കിൽ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, അവർ അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരോടൊപ്പമായിരിക്കും സ്വർഗത്തിൽ. വസ്സിദ്ദീഖീൻ, സത്യസന്ധരായ ആളുകളോടൊപ്പമായിരിക്കും. വശുഹദാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളോടൊപ്പമായിരിക്കും. വസ്സാലിഹീൻ, സുഹൃതവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല സുഹൃർ വൃന്ദമാണത്, സുഹൃർ വലയമാണത്. അപ്പോൾ ശുഹദാക്കളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, പ്രവാചക പുങ്കവന്മാരോടൊപ്പം, സാലിഹീങ്ങളെ കൂട്ടത്തിലൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ജീവിക്കണം. ഇത് നേരെ തലതിരിച്ച ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചതുപോലെ തസ്ലില്ലാഹ വ അൻത തുളീറു ഹുബ്ബഹു ഹാദാ ലഅംരി ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. തഅസ്ലില്ലാഹ, നീ പടച്ച തമ്പുരാനെ ധിക്കരിച്ച് നടക്കും. വാന്ത തുളിർബഹു, നീ പറയുന്നതും പ്രകടിപ്പിക്കുന്നു എനിക്ക് പടച്ചവനോട് വലിയ ഇഷ്ടമാണ്. ഇത് എൻ്റെ ജീവൻ തന്നെയാണ് സത്യം, എൻ്റെ ആയുഷ്കാലത്തും തന്നെയാണ് സത്യം. ഇത് യഥാർത്ഥത്തിൽ ഒരു പുതുമുള്ള സംഗതിയാണ്. ഒരാളെ ധിക്കരിച്ച് നടക്കുക എന്നിട്ട് അയാളോട് സ്നേഹമുണ്ടെന്ന് പറയാം, അത് തെറ്റാ. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്ന ആൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. ഞാൻ സൂചിപ്പിച്ചത് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെയാണ് ഇന്ന് സമൂഹത്തിൻ്റെ അവസ്ഥ. ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന ആളെ അനുസരിക്കുകയാണ് വേണ്ടത്. അതാണ് ഇഷ്ടത്തിൻ്റെ ശരിയായ രൂപമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. പക്ഷേ ഇവിടെ ഇഷ്ടത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ വർണ്ണനാതീതമാണ്. പ്രവാചകനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന ഒരു സംഗതി മൗലിദ് പാരായണ, അത് മദ്ഹല്ലേന്നാ പറയാറുള്ളത്. സത്യത്തിൽ അതിന് മദ്ഹ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ എല്ലാം മദ്ഹല്ല, എല്ലാം മദ്ഹല്ല. വേറൊന്ന്, ഏത് കാര്യം ചെയ്യാനും പ്രവാചകൻ്റെ മാതൃക വേണം, അനുവദിച്ച രൂപത്തിലാകണം. അപ്പോഴേ അത് പ്രവാചകനിൽ നിന്ന് കൂലി കിട്ടുന്ന സംഗതിയാവും. അല്ലാതെ നമ്മളിത് മുറിച്ചൊരു ചോദ്യമുണ്ട് സാധാരണ പ്രവാചകൻ്റെ. ഈ നോട്ടീസിലുണ്ട്, ഇവിടെ ഈ ചോരുമലും ഈ പോസ്റ്റുമലൊക്കെ കയറി കുത്തിരിക്കണ എല്ലാ പോസ്റ്ററിലുള്ള ഒരു ചോദ്യമാണ്, പ്രവാചകൻ്റെ മദ്ഹ് പറയുന്നത് തെറ്റാണോ? ആൾക്കാർ വരിക്ക് നടക്കുന്നത് തെറ്റാണോ? പിന്നെ നല്ല ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണോ?
പിന്നെ ഞങ്ങൾ ചാക്കുന്നൂൽമ മൈദപ്പൊടി തേച്ചതാണോ തെറ്റ്? അതിന്മേൽ ത്രികോണാകൃതിയിലുള്ള പിന്നെ ഈ വർണ്ണക്കള്ളാസ് ഒട്ടിച്ചതാണോ തെറ്റ്? കൊലക്കാത്ത വായ ജീപ്പുമ്പോൾ കെട്ടിയതാണോ തെറ്റ്? ഇങ്ങനെയാണ്. പണ്ടൊരാൾ ആരാൻ്റെ തെങ്ങുമ്മ കയറി. അപ്പോൾ ഇയാൾക്കൊരു സംശയം, ആരോ തെങ്ങുമ്മ കയറി തേക്കുന്നുണ്ട്. അവസാനം കയ്യോടെ പിടികൂടി. എടാ കള്ള അയ്യാണല്ലേ ഇങ്ങോട്ട് വാങ്ങറിഞ്ഞു. അങ്ങനെ നല്ല ധൈര്യത്തിൽ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് തളപ്പിങ്ങനെ കയ്യിലെടുത്തിട്ട് ഞാൻ കൈ ഇങ്ങനെ മേലേക്ക് വെച്ചതാണോ തെറ്റ്? ഏയ് തെങ്ങുമ്മ കയറിനെ പറ്റിയ പറഞ്ഞേ. ഇങ്ങനെ ഇങ്ങനെ വെച്ചതാണോ തെറ്റ്? തെങ്ങുമ്മ ഇങ്ങനെ കയറിയതാണോ തെറ്റ്? ഇളനീരിങ്ങനെ തിരിച്ചതാണോ തെറ്റ്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഏയ് അങ്ങനെയുണ്ട് ചോദ്യം. ഇവൻ്റെ തെങ്ങുമ്മ കയറിയിട്ടാ മറ്റവൻ്റെ ചോദ്യേ. ഇതൊക്കെ ആരാൻ്റെ തെങ്ങുമ്മലാണെങ്കിലോ തെറ്റന്നെ. ഓ ഈ പറഞ്ഞതൊക്കെ അനുവദിച്ച രൂപത്തിൽ ഓൻ്റെ തെങ്ങാണെങ്കിൽ കുഴപ്പമില്ല. ആരാൻ്റെ തെങ്ങുമ്മ കയറിയിട്ടാണ് ഈ ചെയ്തതെന്നുണ്ടെങ്കിൽ ഇത് തെറ്റാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു സംഗതി നമ്മൾ എത്ര നല്ലതാണെങ്കിലും അത് ചെയ്താൽ തെറ്റാ. ഈ സ്വലാത്തിനെ പറ്റി ഇതാ ഒരു ചോദ്യം ഒരു മുസ്ലിയാരോട്. മുസ്ലിയാർ AP വിഭാഗത്തു നിന്ന് EK വിഭാഗത്തിലേക്ക് വരികയും ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മുസ്ലിയാരാണ്. അതിൽ മുസ്ലിയാരോട് ചോദിച്ച ചോദ്യം ഇതാണ്: നിസ്കാരത്തിന് ശേഷം പിന്നെ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ വിധി എന്താണെന്നാ ചോദ്യം. മുസ്ലിയാരോട് വയലൊക്കെ കഴിഞ്ഞിട്ടുള്ള ചോദ്യം ഇതാണ്: ഞങ്ങളെ നാട്ടിൽ നിസ്കാരശേഷം പിന്നെ സലാം വീട്ടി കഴിഞ്ഞ് ദ്വായൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 സ്വലാത്ത് ചെല്ലലുണ്ട്, അല്ലെങ്കിൽ ഒരു 10 സ്വലാത്ത് ചെല്ലലുണ്ട്. അതിൻ്റെ വിധി എന്താണെന്നാ ചോദ്യം. അപ്പോൾ അതിന് പറഞ്ഞ മറുപടി നമുക്ക് കേൾക്കാം. അത് ആദ്യം AP-ക്കാരാണ് തുടങ്ങിയത് തോന്നുന്നു. അത് 3 സ്വലാത്ത് AP-ക്കാർ ചെല്ലിയപ്പോൾ നമുക്ക് തോന്നി അത് 10 ആക്കാന്ന്. അങ്ങനെയാണ് ഇപ്പോൾ അത് 10 സ്വലാത്തായത്. എന്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ല. ഈ നിസ്കാരത്തിൻ്റെ ദ്വാരൻ്റെ ശേഷം ഒരു സ്വലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിൻ്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സ്വലാത്ത് കണ്ടിട്ടില്ല. ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് AP-ക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ AP-ക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല. പ്രത്യേകിച്ചും നിസ്കാരത്തിൻ്റെ ശേഷം ദ്വാരക്കാണ്. ദ്വാരൻ്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ല, 3ഉം ചെല്ല, 5ഉം ചെല്ല, 10ഉം ചെല്ല. പക്ഷേ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാൻ്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിൻ്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അഭിവന്ദനായ ശംസുലമ EK ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസ്ർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ഇതേമാതിരി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട്, സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. ഇപ്പം എന്തേ മനസ്സിലായത്? സ്വലാത്ത് നല്ലതാണ്, പക്ഷെ നിസ്കാരത്തിൻ്റെ ശേഷം നല്ലതാണെന്ന് വിചാരിച്ചു കണ്ട് ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അത് ബിദ്അത്താകുന്നു. അമ്പലക്കടവ് പൈസയാണ് പറഞ്ഞത്. ഇത് എല്ലായിടത്തും ബാധകമാണ് സഹോദരന്മാരെ. നിസ്കാരം നല്ലതാണ്, പക്ഷേ അള്ളാൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത 3 റക്അത്ത് മഗ്‌രിബ് നിസ്കരിക്കണതിന് പകരം 3.5 റക്അത്ത് കെച്ചു. 4 അവിടെ കട്ടെ, 3.5 റക്അത്താണ് ഒരാൾ മഗ്‌രിബ് നിസ്കരിച്ചെന്നുണ്ടെങ്കിൽ നിസ്കാരമല്ല അല്ലേ എന്ന് പറഞ്ഞാൽ പോരാ, തെറ്റാണത്. ആ നിസ്കാരം ബാത്തില. അതാണ് ഇസ്ലാമിൻ്റെ വിധി. എന്തേ? പ്രവാചകൻ ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്, അതേ ചെയ്യാവൂ. ഒരാളാണ്ട് തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന് പകരം മൂപ്പരുടെ വക ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല, അത്ര റായത്തുള്ള തുമ്മലാവൂയി. ഒറ്റ തുമ്മലാണ് തുമ്മിയേക്കിന് അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല എന്നാണ് പറഞ്ഞ്. ചിലപ്പോൾ തുമ്മൽ വല്ലാത്തൊരു റാഹത്തായാലുണ്ടല്ലോ, എന്തോന്നറിയില്ല. മൂപ്പര് ഇങ്ങനെ സ്വലാത്തും കൂടെ കൂട്ടിയിട്ടാണ് എന്താണ് പറഞ്ഞത്. നമ്മളാണെങ്കിൽ പറയും ഓ കൊടും സുന്നിയാണ് ഇട്ടോന്ന്. തുമ്മിയാലും കൂടെ സ്വലാത്തല്ലേ ചെല്ലണ്, വാനാണ് സുന്നി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിൽക്കും. പക്ഷേ ഇത് ആരെ മുന്നിൽ വെച്ചാന്നറിയങ്ങൾ? മുത്തബിഉസ്സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചക പുങ്കവൻ്റെ ചര്യ
ചാണിന് ചാണായും മുഴത്തിനു മുഴമായും അനുധാവനം ചെയ്ത മുത്തബിഉസ്സുന്ന എന്ന പിൽക്കാലത്ത് അറിയപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലച്ചാ തുമ്മിയത്. ഈ സ്വലാത്തും സലാമും കൂടെ തുമ്മിയപ്പോൾ പറഞ്ഞത്, ഉടനെ അദ്ദേഹം ചോദിച്ചു, ആരാണ് താങ്കളെ ഇത് പഠിപ്പിച്ചത്? തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാനാണ് പ്രവാചകൻ പഠിപ്പിച്ച്. വസ്സലാത്തു വസ്സലാമുൻ റസൂൽ, അത് പ്രവാചകന്റെ പേരിലുള്ള പ്രാർത്ഥനയെ സ്വലാത്ത്. പക്ഷേ അത് അവിടെ പറ്റൂല. അവിടെ അങ്ങനെ കൂലി ഇട്ടു എന്ന് വിചാരിച്ച് ചെയ്താൽ തെറ്റാണ്. ഇതാണ് മൗലൂദ് വിരോധികളോട് ചോദ്യം ചോദിച്ച മൗലൂദ് അനുകൂലികൾ ചിന്തിക്കേണ്ട സംഗതി. എന്താണ്? എല്ലായിടത്തും ഉണ്ടല്ലോ നോട്ടീസുകൾ മൗലൂദ് വിരോധികളോട് ചില ചോദ്യങ്ങൾ. നിങ്ങൾ അള്ളാഹു റസൂലും പഠിപ്പിച്ച എന്തെങ്കിലും ഒരു സുന്നത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് അത് പറയില്ല. അതിനും തെളിവ് മുജാഹിദീങ്ങളും അറിഞ്ഞു എന്നാ. നോക്കണം നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചോ? നബി ജനിച്ചിട്ട് നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞോ? അതിനൊരു പേരോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. എല്ലാവരും കൂടെ ക്ലിപ്പ് കാണിക്കാൻ പറ്റൂലല്ലോ. അതിന് നബി അങ്ങനെ പൊങ്ങച്ചക്കാരനല്ല. ആ ഏതെങ്കിലും നേതാവ് പറയോ നിങ്ങൾ എൻ്റെ ജന്മദിനം ആഘോഷിച്ചോളീന്ന്? ഒക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയാൽ മതിയെന്ന്. അങ്ങനെയുണ്ട്. നമ്മളങ്ങോട്ട് ചെയ്താൽ മതി, പ്രവാചകൻ പറയാൻ കാത്തിക്കണ്ടെന്ന്. അങ്ങനെയല്ല ഇസ്ലാം സഹോദരന്മാരെ. ആ ദീന് ശരിയായ വീക്ഷണമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒന്നും ദീനല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ അമലിൻ മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ വഖദ് ജുഅതുകും ബിഹി വമാ മിൻ ഷൈഇൻ യുബ്ഇദുകും അനിൻ നാരി ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി. ത്വബറാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ വിദൂരത്താക്കുന്ന എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്യരുത് എന്ന് നിങ്ങളോട് ഞാൻ വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. അള്ളാഹുവിൻ്റെ റസൂല് എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് അതാണ് ദീനായി നിങ്ങൾ അംഗീകരിക്കേണ്ടത്. വമാ നഹാകും അൻഹു ഫന്തഹു. അള്ളാഹുവിൻ്റെ റസൂല് ഏതൊരു കാര്യമാണോ വിരോധിച്ചത് അത് നിങ്ങൾ വെടിയുകയും ചെയ്യണം. ഇത് എല്ലായിടത്തേക്കും ബാധകമാണ്. അങ്ങനെ പ്രവാചകൻ പഠിപ്പിക്കാത്ത വല്ലതും കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ ബീവി പഠിപ്പിക്കുകയാണ്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആയിഷ ബീവി പറയുന്നു, പ്രവാചകൻ പഠിപ്പിച്ചു, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാത്ത ഏതെങ്കിലും പുതിയ ഒന്ന് നിങ്ങൾ മതത്തിൽ കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണം. അതുകൊണ്ടാണ് മൗലിദ് ഈ രൂപത്തിൽ നമ്മൾ കൊണ്ടാടുന്ന ഈ കൊണ്ടാട്ടം ഇസ്ലാമികമല്ല, അത് അനിസ്ലാമികമാണ്, തള്ളിക്കളയേണ്ടതാണ് എന്ന് നമ്മൾ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുമ്പ് മരിച്ചുപോയ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചോ? ഇല്ല. അങ്ങനെ ജന്മദിനം ആഘോഷിക്കുന്നത് നല്ലതായിരുന്നുവെങ്കിൽ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ ആ പ്രവാചകൻ ഇന്ന മാസമാണ് ജനിച്ചത്, ഇന്ന ദിവസമാണ് ജനിച്ചത്, ഇന്ന മാസമാണ് മരിച്ചത് എന്നൊന്നും പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അത് പറഞ്ഞു തരുമായിരുന്നു. ആ ഡേറ്റ് ഞാൻ ചോദിക്കട്ടെ, ഇബ്രാഹിം നബി എന്നാ ജനിച്ചത്? ആർക്കും അവിടെ അറിയാം? ആ ഇബ്രാഹിം നബിൻ്റെ മില്ലത്തല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയത്? ഏത് മാസമാണ് ജനിച്ചത് ഇബ്രാഹിം നബി? ഏത് മാസമാണ് ഇബ്രാഹിം നബി വഫാത്തായത്? ഏത് മാസമാണ് നൂഹ് നബി ജനിച്ചത്? 25 പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. 100,000 ചില്ലാനം പ്രവാചകന്മാരുണ്ട്. ആ കൂട്ടത്തിൽ യേശുണ്ട്, മൂസയുണ്ട്, ഹൂദുണ്ട്, സ്വാലിഹുണ്ട്, യൂനുസുണ്ട്. 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരൊറ്റ പ്രവാചകൻ ഉന്നയിസം ജനിച്ചു എന്നോ ഉന്നയിസം മരിച്ചു എന്നോ പറഞ്ഞു തന്നിട്ടില്ല. കാരണം എന്താ? ജനനത്തിനല്ല പ്രധാനം, വിശ്വാസത്തിനും കർമ്മത്തിനുമാണ് ഇസ്ലാമിൽ പ്രാധാന്യം. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ആളുകൾ മറ്റുള്ളവരെ ചാണിനു ചാണായും മുഴത്തിനു മുഴമായും പിൻപറ്റിക്കൊണ്ട് ഇത്തരം ഘോഷയാത്രകൾ നടത്തുന്നത്. ഇനി ഈ മൗലിദ് കഴിക്കുക എന്നുള്ള ഏർപ്പാട് എന്നാ ഉണ്ടായത്? അതേതായാലും മുജാഹിദീങ്ങൾ പറയേണ്ടതില്ല. തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി അദ്ദേഹത്തിൻ്റെ പാട്ടിൽ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത് നിങ്ങൾ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ.